ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യമുയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയോട് കൊമ്പുകോർത്തും ചൈനയുമായി ചെങ്ങാത്തം കൂടിയും വാർത്തകളിൽ നിറയുന്ന മുഹമ്മദ് മുയിസു. മാലദ്വീപിന്റെ ഇന്ത്യ ഫസ്റ്റ് പോളിസിയിൽ മാറ്റം വരുത്തി ചൈനയിൽ സന്ദർശനം നടത്തുകയും നിർണായക കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്ത മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ വിരുദ്ധ വിവാദ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് വരെ എത്തി നിൽക്കുന്ന മുയിസുവിന് ഇനിയുള്ള ഭരണം അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് സൂചന. ഇന്ത്യയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നേരിട്ട് മുട്ടാൻ പരമ്പരാഗത വൈരികളായ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പോലും ഭരണാധികാരികൾ ഒരിക്കലും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഭൂഗോളത്തിൽ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പരസ്യമായി തള്ളിപ്പറയുന്ന ഒരേയൊരു ഭരണകർത്താവേ ഉള്ളൂ. അതാണ് മാലദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മുയിസു. ചൈനയുമായി ചെങ്ങാത്തം സ്ഥാപിച്ച് ഇന്ത്യ വിരുദ്ധത പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ് അദ്ദേഹം മാലദ്വീപിന്റെ ഭരണചക്രം കൈപ്പിടിയിലൊതുക്കിയത്. മാലദ്വീപ് പോലൊരു ദുർബല ദ്വീപ് രാഷ്ട്രം ഇപ്പോൾ ലോകവാർത്തകളിൽ ഇടം പിടിക്കുന്നത് തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ ഇന്ത്യ വിരുദ്ധത കൊണ്ട് മാത്രമാണ്. അതെ, ശത്രുവും ശക്തിയുമായി മോദിയെയും ഇന്ത്യയെയും കാണുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേയൊരു ഭരണാധികാരിയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സഹോദര രാഷ്ട്രമെങ്കിലും ശത്രുരാജ്യമെന്ന പട്ടികയിലാണ് ഇന്ത്യ എക്കാലവും പാകിസ്ഥാനെ കണ്ടിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അക്രമങ്ങൾക്കെല്ലാം തിരിച്ചടി നൽകിയതോടെ പരസ്യമായി ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ പാകിസ്ഥാൻ സമീപകാലത്തൊന്നും ധൈര്യപ്പെട്ടിരുന്നില്ല. ചൈനയും ഇന്ത്യയെ ശത്രുപക്ഷത്താണ് കാണുന്നതെങ്കിലും രാഷ്ട്രീയത്തിനുപരി സാമ്പത്തിക ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചൈനയുടെ ഭരണാധികാരികളും പരസ്യമായി ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിക്കാൻ തയ്യാറാകില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണികളിലൊന്ന് ഇന്ത്യയാണ് എന്ന തിരിച്ചറിവാണ് ചൈനീസ് ഭരണാധികാരികളുടെ ആ പക്വതയ്ക്ക് പിന്നിൽ. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള വൻ ശക്തികളും അറബ് രാഷ്ട്രങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമെല്ലാം ഇന്ന് മോദിയുടെയും ഇന്ത്യയുടെയും സുഹൃത്തുക്കളാണ്. അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഇന്ത്യയുടെ ആശ്രിത രാജ്യത്തെ പോലെ കഴിഞ്ഞിരുന്ന മാലദ്വീപിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് മുയിസു ഇന്ത്യയെയും മോദിയെയും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 1978 ജൂൺ 15 ജനിച്ച മുഹമ്മദ് മുയിസു മാലദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളായ മജീദിയ സ്കൂളിലാണ് പഠിച്ചത്. മുയിസുവിൻ്റെ പിതാവ് അബ്ദുൽ റഹ്മാൻ ജഡ്ജിയും മതപണ്ഡിതനുമായിരുന്നു. അമ്മയുടെ പേര് ഹുസ്ന ആദം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ലീഡ്സ് സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ PhD പൂർത്തിയാക്കി. കൂടാതെ അമേരിക്കൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുണ്ട്. ഇതിനിടെ 2003 മെയ് 18 സാജിദ മുഹമ്മദിനെ വിവാഹവും കഴിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ട്. 2012 മാലയുടെ പാർപ്പിട പരിസ്ഥിതി മന്ത്രിയായി നിയമിതനായ മുയിസു 2023 രാജിവെക്കുന്നതുവരെ ആ ചുമതലയിൽ തുടർന്നു. മാലദ്വീപ് ഡെവലപ്മെന്റ് അലയൻസ് അംഗമായിരുന്നപ്പോൾ അദ്ദേഹം സിനാമല പാലത്തിൻ്റെയും മറ്റ് നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെയും ചുമതല വഹിച്ചു. 2018 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുയിസു പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപിന്റെ ഭാഗമായി. 2019 വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന മാലയിലെ ആദ്യത്തെ മേയറായി അദ്ദേഹം മാറി. ഈ പരിചയങ്ങൾ വെച്ചാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ നേരിടാൻ മുയിസു എത്തിയത്. ഗുരുതരമായ അഴിമതി ആരോപണത്തെ തുടർന്ന് മുൻ പ്രസിഡന്റ് അബ്ദുള്ള യമീൻ ജയിൽ ശിക്ഷ അനുഭവിച്ചതിനെ തുടർന്നാണ് മുഹമ്മദ് മുയിസുവിന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 2023 ഓഗസ്റ്റ് 20 മുയിസുവിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയ വേളയിൽ മാലദ്വീപിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനൊപ്പം രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം നിലനിർത്തുന്നതിന് മുൻഗണന നൽകുന്ന വിധത്തിൽ തൻ്റെ സർക്കാർ വിദേശ നയം രൂപപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൻ്റെ സർക്കാർ ഒരു രാജ്യവുമായി മാത്രം ഒത്തുചേരില്ലെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ചൈന അനുകൂല സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാലദ്വീപ് കാര്യങ്ങളിൽ ഇന്ത്യൻ സ്വാധീനം കുറയ്ക്കുന്നതിലാണ് മുയിസുവിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ചൈന അനുകൂലി എന്നാണ് നിരീക്ഷകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മാലദ്വീപിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ നന്നായി അറിയാവുന്ന മുയിസു നിലവിലെ പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിയാണ് അധികാരത്തിലെത്തിയത്. 54.04% വോട്ടുകൾ നേടിയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. 2023 നവംബർ 17 അടുത്ത പ്രസിഡന്റായി മുയിസു ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മുൻ പ്രസിഡന്റ് യമീനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു.
മുൻ ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി ചൈനീസ് അനുകൂല നയം സ്വീകരിക്കുന്നയാളാണ് മുയ്സു. തങ്ങളുടെ ദ്വീപ് രാഷ്ട്രം തുടർന്നു വന്ന ഇന്ത്യ അനുകൂല നിലപാടുകളെ ചോദ്യം ചെയ്തും വിമർശിച്ചുമാണ് മുയ്സു വളർന്നതും അധികാരം പിടിച്ചതും. 100 ദിവസത്തിനുള്ളിൽ മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുമെന്നും അധികാരമേറ്റതിന് പിന്നാലെ മുയ്സു പ്രഖ്യാപിച്ചു. മാലദ്വീപിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന മുൻ സർക്കാരുകൾ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ രഹസ്യ ഉടമ്പടികൾ അവസാനിപ്പിക്കുന്നതിനും മുയ്സു നീക്കം ആരംഭിച്ചു. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിന്റെ പേരിൽ തെക്കൻ കടലിലെ ഒരു ഭാഗം നഷ്ടപ്പെടാനുള്ള അന്താരാഷ്ട്ര ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനും മുയ്സു നീക്കം ആരംഭിച്ചു. അധികാരമേറ്റെടുക്കുന്നതിന് മുമ്പുള്ള അഭിമുഖത്തിൽ എല്ലാ ഇന്ത്യൻ സൈനികരും മാലദ്വീപ് വിടണമെന്ന് മുയ്സു പറഞ്ഞിരുന്നു. 2024 ജനുവരിയിൽ മാലദ്വീപ് ഒരു വികസന ബാങ്ക് സ്ഥാപിക്കാനും സാമ്പത്തിക നയങ്ങളുടെ അവലോകനം ഏറ്റെടുക്കാനും മുയ്സു തീരുമാനിച്ചു. സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രാലയം സമർപ്പിച്ച നിർദ്ദേശത്തിനുള്ള ക്യാബിനറ്റ് ചർച്ചയെ തുടർന്ന് മാലദ്വീപ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുയ്സു തീരുമാനിച്ചു. മാലദ്വീപിൽ ഒരു സർഗാത്മക സമ്പദ്വ്യവസ്ഥ രൂപീകരിക്കാനും മുയ്സു തീരുമാനിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ മുയ്സുവിന് കഴിഞ്ഞേക്കും. പക്ഷേ ഇന്ത്യയെ പിണക്കി എങ്ങനെ ഈ ദ്വീപ് രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുയ്സുവിന് കഴിയും എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ശത്രു വലിയവനായതുകൊണ്ട് തന്നെ മുയ്സുവിനും വലിയ വളർച്ച ആവശ്യമാണ്. മറിച്ചായാൽ ചരിത്രം പരാജയപ്പെട്ട നേതാവ് എന്ന് മുയ്സുവിനെ അടയാളപ്പെടുത്തും.